ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അതായത് ഫ്യൂച്ചർ ടെൻസിലെ മൂന്നാമത്തെ ടെൻസായ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് പൂർണ്ണതയിലെത്തുന്ന ഭാവി കാലം. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ടാവും, ഐ വിൽ ഹാവ് ഡൺ. ഞാൻ ചെയ്തിട്ടുണ്ടാവും, ഐ വിൽ ഹാവ് ഡൺ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൾ ഹാവ് പ്ലസ് V3 ഫോമാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൾ ഹാവ് പ്ലസ് V3 ഫോം, വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടാകും എന്നെങ്ങനെ പറയാം? ഐ വിൽ ഹാവ് ഡൺ. അവൾ ചെയ്തിട്ടുണ്ടാകും എങ്ങനെ പറയാം നമുക്ക്? ഷീ വിൽ ഹാവ് ഡൺ. അവൻ ചെയ്തിട്ടുണ്ടാവും, ഹി വിൽ ഹാവ് ഡൺ. ഇനി അവർ ചെയ്തിട്ടുണ്ടാവും എങ്ങനെ പറയാം? ദേ വിൽ ഹാവ് ഡൺ. നമ്മൾ ചെയ്തിട്ടുണ്ടാവും, ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും, വി വിൽ ഹാവ് ഡൺ. അപ്പോൾ ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഭാവിയിലൊരു കൃത്യ കാലയളവിനുള്ളിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാകുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഞാൻ ചെയ്തിട്ടുണ്ടാവും, ഐ വിൽ ഹാവ് ഡൺ. ഞാൻ പഠിച്ചിട്ടുണ്ടാവും, ഐ വിൽ ഹാവ് സ്റ്റഡീഡ്. ഞാൻ പോയിട്ടുണ്ടാവും, ഐ വിൽ ഹാവ് ഗോൺ. ഞാൻ വന്നിട്ടുണ്ടാവും, ഐ വിൽ ഹാവ് കം. ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാകും എങ്ങനെ പറയാം? ഐ വിൽ ഹാവ് ഡിസൈഡഡ്. ഞാൻ പിടിച്ചിട്ടുണ്ടാവും, ഐ വിൽ ഹാവ് കോട്ട്. ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാകും, ഐ വിൽ ഹാവ് ഡിസൈഡഡ്. ഇനി അവൾ പോയിട്ടുണ്ടാകും, അവൾ എന്നുള്ളതിന് എന്ത് പറയും? ഷീ. അതിൻ്റെ കൂടെ വിൽ ഹാവ് വരും. ഷീ വിൽ ഹാവ്. പോകുക എന്നുള്ളതിൻ്റെ ഗോ. അതിൻ്റെ V3 ഫോം ഗോ, V2 ഫോം വെൻറ്റ്, V3 ഫോം ഗോൺ ആണ്. അപ്പോൾ ഷീ വിൽ ഹാവ് ഗോൺ. അവൾ പോയിട്ടുണ്ടാവും. ഇനി അവർ വന്നിട്ടുണ്ടാവും, കം, കെയിം, കം ആണ്. V1 കം ആണ്, V2 കെയിം ആണ്, V3 വീണ്ടും കം ആണ്. അവർ എന്നുള്ളതിന് എന്ത് പറയും? ദേ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് വരും? വിൽ ഹാവ് ഓർ ഷാൾ ഹാവ്. ദേ വിൽ ഹാവ്. കമ്മിൻ്റെ V3 ഫോം ഏതാണ് വരിക? കെയിം എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ദേ വിൽ ഹാവ് കം. ഇനി ഞാൻ പിടിച്ചിട്ടുണ്ടാവും, അപ്പോൾ ക്യാച്ച്, കോട്ട്, അപ്പോൾ കോട്ട് എന്നാണ് നമ്മുടെ V3 ഫോം വരിക. അപ്പോൾ അവൾ പിടിച്ചിട്ടുണ്ടാകും എന്നെങ്ങനെ പറയാം? ഷീ വിൽ ഹാവ് കോട്ട്. ഇനി ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, ഞാൻ എന്നുള്ളതിന് ഐ പറയും, വിൽ ഹാവ് പ്ലസ് കോട്ട് എന്നുള്ളതിന് തീരുമാനിക്കുന്നുള്ളതിന് ഡിസൈഡഡ് എന്ന് പറയും. ഐ വിൽ ഹാവ് ഡിസൈഡഡ്. അപ്പോൾ ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ള ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേ, വി. ഇതിലേത് സബ്ജക്റ്റ് വന്നോട്ടെ അതിൻ്റെ കൂടെ വിൽ ഹാവ് ഓർ ഷാൾ ഹാവ് പ്ലസ് V3 ആണ് വരിക. അപ്പോൾ വിൽ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൾ ഹാവ് പ്ലസ് V3 ഫോമാണ് വരിക. ഞാൻ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ എന്നുള്ളതിന് ഐ എന്ന് പറയും. അതിൻ്റെ കൂടെ വിൽ ഹാവ് വരും, ഐ വിൽ ഹാവ്. V3 ഫോം സ്റ്റഡീഡ്. V3 ഫോം എന്ന് പറയുന്നത് സ്റ്റഡീഡ് എന്നാണ്. സ്റ്റഡീഡ്. അപ്പോൾ ഐ വിൽ ഹാവ് സ്റ്റഡീഡ്. ഇനി ഞാൻ വന്നിട്ടുണ്ടാവും, കം എന്നല്ലേ അതിൻ്റെത്. അപ്പോൾ ഐ വിൽ ഹാവ് കം. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പറയാം, ഞാൻ 2026 ആകുമ്പോഴേക്കും എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും എന്ന് പറയാം. ബിരുദ പഠനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും. അതായത് 2026 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും എന്നെങ്ങനെ പറയാം? ബൈ ദ എൻഡ് ഓഫ് 2026 I will have completed my
ഗ്രാജുവേഷൻ. എങ്ങനെ പറയാം? അതായത് 2026 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ബിരുദ പഠനം അവസാനിപ്പിച്ചിട്ടുണ്ടാവും. അത് എൻ്റെ ബിരുദ പഠനം കഴിഞ്ഞിട്ടുണ്ടാവും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നെങ്ങനെ പറയാം? ബൈ ദ എൻഡ് ഓഫ് 2026 ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ഇനി നമുക്ക് എന്ത് പറയാം? ഞാൻ അതുപോലെ തന്നെ അവൾ പൂർത്തീകരിച്ചിട്ടുണ്ടാകും എങ്ങനെ പറയാൻ വേണ്ടിക്ക്? ബൈ ദ എൻഡ് ഓഫ് 2027 ആവുമ്പോഴേക്കും അവളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും എങ്ങനെ പറയാം? ബൈ ദ എൻഡ് ഓഫ് 2027. ബൈ ദ എൻഡ് ഓഫ് 2027, അതായത് 2027 അവസാനമാവുമ്പോഴേക്കും അവളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകുന്നു. ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്തിനു ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഭാവിയിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ ചെയ്തിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് ഡൺ. ഇനി ഞാൻ പഠിച്ചിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് സ്റ്റഡീഡ്. ഞാൻ പോയിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ഗോൺ. ഞാൻ വന്നിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് കം. ഞാൻ പിടിച്ചിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് കോട്ട്. ഞാൻ നോക്കിയിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ലുക്ക്ഡ്. ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ഡിസൈഡഡ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഭാവിയിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ദീപാവലി വരുന്നുണ്ടല്ലോ. എല്ലാവർക്കും മുന്നേ നമ്മുടെ ഒരു ദീപാവലി ആശംസകൾ, അഡ്വാൻസ്ഡ് ദീപാവലി ആശംസകൾ. നിങ്ങളുടെ വീട്ടിലൊക്കെ ദീപാവലി വിളക്കൊക്കെ വെച്ചിട്ട് ആഘോഷിക്കാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വിളക്കൊക്കെ വെച്ച് ദീപാവലി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്സ് ഇതിൻ്റെ കമൻറ്റിലിടണേ. ഞങ്ങൾ ഇപ്പോൾ ആഘോഷിക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ ദീപാവലി വിശേഷങ്ങളും ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒക്കെ മെസ്സേജിൽ എഴുതണം. എന്നാലേ നമുക്ക് ക്ലാസ് ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. ബൈ ബൈ.